ശിവരാത്രി ആഘോഷങ്ങൾക്കായി ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി മുതലാണ് ബലിതർപ്പണം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. പക്ഷേ ഇപ്പോഴും ഭക്തജനങ്ങൾ ഇവിടെ എത്തി, ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി തിരികെ മടങ്ങുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. പലയിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും ഒക്കെ ശിവരാത്രി ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കുമൊക്കെ പേരുകെട്ടതാണ്. ആ പൈതൃകമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഐതിഹ്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇവിടേക്ക് സ്ഥിരമായി എത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണോ വരുന്നത്? ആണോ? ഇന്ന് മുഴുവൻ ഇവിടെ ഉണ്ടോ? അതീ ഇപ്പം തൊഴുത് മടങ്ങുവാണ്? അല്ല, കുറച്ചു നിൽക്കുന്നുണ്ട്, എന്നിട്ടാണ് പോവാ. എത്രാമത്തെ തവണയമ്മ ഇവിടെ ആലുവ ശിവക്ഷേത്രം? 4ാമത്തെ വർഷം ആണ്. ഇന്ന് 4ാമത്തെ വർഷം. എവിടെ നിന്നാണ്? നെന്മാറ, പാലക്കാട്. പാലക്കാട് നിന്നാണ്. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് ഉപവാസമൊക്കെ കഴിഞ്ഞ് നാളെ മടങ്ങുള്ളൂ? ഇല്ല, ഞങ്ങൾ കഴിച്ചപ്പോ. എന്തുകൊണ്ട് ആലുവയിലേക്ക് തന്നെ എത്തുന്നത്? നെന്മാറ. എന്തുകൊണ്ട് ആലുവ ശിവക്ഷേത്രത്തിലേക്ക് തന്നെ എത്തുന്നത്? കാണണം മറ്റു ബന്ധമുള്ള പ്രസിദ്ധമായ അമ്പലമാണ് പറഞ്ഞിട്ട് തൊഴാൻ വരികയാണ്. നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. ആദ്യത്തെ കൊല്ലമാണ്. കാണണം പറഞ്ഞിട്ട് വന്നതാണ്. ബസ്സിൽ പോകുമ്പോൾ കാണും, പക്ഷെ അടുത്ത് വന്ന് നിന്നാ കാണണം. നേരത്തെ എത്തിയപ്പോ? ഇവിടെ ആലുവ അടുത്ത് തന്നെയാണ് വീട്. എല്ലാ തവണയും വരുന്നുണ്ട്. ഭഗവാനൊക്കെ ഉണ്ട്, സങ്കടങ്ങളൊക്കെ കുറച്ച്. വെളുപ്പിന് വന്നിട്ട് ഇനി ബലിയിടണം, ബലിയിടണം. അതിനുവേണ്ടി ഇനി വെളുപ്പിന് രാത്രി വന്നിട്ട് വെളുപ്പിന് ബലിയിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു. എല്ലാ വർഷവും വരുന്നു. എന്നാൽ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കാണ് കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുക. ഇപ്പോൾ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് തിരക്കായിരിക്കും. ആലുവ ക്ഷേത്രവും മണപ്പുറവും ഒക്കെ ശിവരാത്രി ആഘോഷത്തിനെത്തുന്ന ഭക്തജനങ്ങളെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് എല്ലാ വർഷവും കാണുന്നത്. ഇത്തവണ എന്തായാലും വിപുലമായ ഒരുക്കങ്ങൾ തന്നെ, ക്രമീകരണങ്ങൾ തന്നെ ക്ഷേത്രം ഭാരവാഹികളും നഗരസഭയും ഒക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. പോലീസിനെ ഒരുപാട് വിന്യസിച്ചിട്ടുണ്ട്. തിരക്കുകളൊക്കെ ഒഴിവാക്കി ഭക്തർക്ക് ബലിതർപ്പണ ചടങ്ങുകളിലും ശിവരാത്രി ആഘോഷങ്ങളിലൊക്കെ സുഗമമായി പങ്കെടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 116 ബലിതർപ്പണത്തിനായുള്ള തറകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുതൽ ആളുകൾ എത്തി ബലിതർപ്പണമൊക്കെ നടത്തി മടങ്ങുന്ന കാഴ്ചയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഇവിടെ ഉപവാസമൊക്കെ നടത്തി നാളെ ബലിതർപ്പണം നടത്തി മടങ്ങുകയാണ് പതിവ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ എത്തുന്ന ആളുകൾ വാഹനം പാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് നേരത്തെ തന്നെ പോലീസ് അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മെട്രോ സർവീസുകളൊക്കെ ബലിതർപ്പണത്തിൽ എത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. എത്താറുള്ളതാണോ ഇവിടെ? എല്ലാ വർഷം വരാറുണ്ട്. ഇത്തവണ എങ്ങനെയുണ്ട്? ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തേലും ആളുകൾ കൂടുതലുണ്ട്. പിന്നെ രാത്രിയാണല്ലോ, ഇന്ന് രാത്രിയാണ്. ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവും? രാത്രി ഉണ്ടാവില്ല, രാവിലെ ബലിയിടാൻ വരും. ഈ ആലുവ ശിവക്ഷേത്രം എന്ന് പറഞ്ഞത് ശിവരാത്രി ആഘോഷങ്ങളിൽ എത്തുന്നതാണ്. ശിവരാത്രി ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ. നാട്ടുകാർ നമ്മുടെ എറണാകുളം ജില്ല മാത്രമല്ല, മൊത്തം വരും ആളുകൾ. എല്ലാം കേരളം മൊത്തം ഉണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാത്രിയോടുകൂടി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ടാണ് ശിവരാത്രി ആഘോഷങ്ങൾക്കുള്ള ക്രമീകരണം ആലുവ ശിവക്ഷേത്രത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്.